റംസാൻ വിഷു പരിഗണിച്ച് 2 ഗഡു പെൻഷൻ അനുവദിച്ച് സർക്കാർ ചൊവ്വാഴ്ച മുതൽ തുക വിതരണം ചെയ്യും. 3200 രൂപ വീതമാണ് നൽകുക. 4 മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത്. വിവരങ്ങളുമായി അൽ അമീൻ തോട്ടുമുഖമാണ് ചേരുന്നത്. അൽ അമീൻ, നേരത്തെ തന്നെ ഈ ഉത്സവ സീസണുകളോടനുബന്ധിച്ച് തന്നെ പരമാവധി എല്ലാ ഗഡുവും നൽകും എന്ന് തന്നെയാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത്. ഇപ്പോൾ 2 ഗഡു കൂടിയാണ് അനുവദിച്ചിട്ടുള്ളത്, അല്ലേ? ബിനിലെ ഈസ്റ്റർ, റംസാൻ, വിഷു കാലഘട്ടത്തിൽ 4800 രൂപ ഓരോരുത്തർക്കും ഉറപ്പാക്കുമെന്ന് നേരത്തെ ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 1 ഗഡു കഴിഞ്ഞ മാസം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ റംസാൻ, വിഷു പരിഗണിച്ചാണ് 2 ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും. 3200 രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത്. ഇതിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ ആളുകൾക്കും ഈ പെൻഷൻ കുടിശ്ശിക ലഭിക്കുമെന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴിയും അല്ലാതെ സാമൂഹിക സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ നേരിട്ടും എത്തിക്കും. ഇതിനോടൊപ്പം തന്നെ 6,88,000 പേർക്ക് കേന്ദ്ര പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പക്ഷേ ഇത് പെൻഡിംഗ് ആണ്, മുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി മുൻകൂറായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിഷുവിനും അതുപോലെ തന്നെ റംസാനും മുൻപ് തന്നെ ഈ 3200 രൂപ 2 ഗഡു പെൻഷൻ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുമെന്നുള്ളതാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉൾപ്പെടെ CPI അടക്കം വിമർശനവുമായി ഈ വിഷയത്തിൽ രംഗത്തേക്ക് വന്നിരുന്നു. പെൻഷൻ മുടങ്ങുന്നത് തിരിച്ചടിയാകുമെന്നുള്ളത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഈ വിഷയം സജീവ ആയുധമാക്കി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുടങ്ങിക്കിടക്കുന്ന 2 ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ അതിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബിനിൽ, ഓക്കെ, ഈസ്റ്റർ, റംസാൻ സീസൺ അനുബന്ധിച്ച്, ഉത്സവ സീസണോടനുബന്ധിച്ച് 2 ഗഡു പെൻഷൻ കൂടി, ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു അൽ അമീൻ.